ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗൈസ് മൈൻക്രാഫ്റ്റിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ കണ്ടല്ലോ വീടൊക്കെ വെച്ചു, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഹങ്കർ കുറവാണ്. അപ്പം ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ഞമ്മഞ്ഞം കഴിക്കുന്നത് കണ്ടു. ഇങ്ങനെ അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളിതേ വീഡിയോ തുടങ്ങാൻ പോവാണ്. ഞാനൊരു 5 മിനിറ്റ് ലേറ്റർ എടുത്തോട്ട് പോയതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ തുടങ്ങാം. അയ്യോ, അപ്പൊ ഗൈസ് നമ്മള് സോബി അടിക്കാൻ വന്നിന്. ഞാൻ മേളിൽ കയറി Respawn point set. കിടന്നുറങ്ങാനും You may പറ്റുന്നില്ല. not rest now. There are monsters nearby. അതിനെ തട്ടിയിട്ട് വരാം. താഴെ ഇറങ്ങിയത് എന്തുവാ ഇത്? പോണോ താഴെ? അല്ലെ വേണ്ടല്ലേ, പോണ്ടല്ലേ? ഒരു മടി. അയ്യോ, മരം പൊട്ടി. വൃത്തികെട്ട ക്രീപ്പർ. എല്ലാം എടുക്കും, എല്ലാം മരം എടുത്തു. സുമ്പി തേനി ഞാൻ അടിച്ചു കയറുന്നു. അയ്യോ, ഡോർ ഉണ്ടാക്കട്ടെ. ഡോറ് പെട്ടെന്ന് ഉണ്ടാക്കണം. ഡോറ് ഏതേലും ഒക്കെ ഡോറ് മതി. സെറ്റ് കഴിച്ച്. പിന്നെ നമുക്കൊരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കി നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ഡോറ് ഇതിനകത്തിരിക്കട്ടെ. ഓക്കെ, ചെസ്റ്റ്. ഓക്കെ, ഡോറ്, വുഡ്, ഡയമണ്ട് പിക്കാക്സ്, ഡയമണ്ട് ആക്സ്, ഇതൊക്കെ ഇവിടെ ഇരിക്കണം. ഓക്കെ, എല്ലാം ഇതിനകത്ത്, ഡയമണ്ട് ഒക്കെ ഇതിനകത്ത് ഇരിക്കട്ടെ. ഓക്കെ, ഓ വാട്ടർ വേണം, നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ഈ ഫുഡ് നമുക്ക് വേണം. ഫുഡും ടോർച്ചും നമുക്ക് വേണം. ഇവിടെ ഒരു ആക്സ് കിട്ടാനൊരു വഴിയുണ്ട്. എൻ്റെ ആക്സ് പൊട്ടാറായിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇനി അയൺ തേടി പോണ്ടി വരും. ആക്സിന് നല്ല ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഈ കേവിൻ്റെ അകത്ത് പോകുന്നതിന് ആക്സ് ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇതിനകത്ത് പറയുന്നത് ഫുഡ് കുറച്ചില്ല കേട്ടോ. എല്ലാം തീർന്നു. 21 സെറ്റ്. ഞാനെന്ത് മണ്ടനാണ്, എൻ്റെ അയൺ ഇരുന്നിട്ട് ഞാൻ എന്തു ഈ പറയുന്നേ? ശേ, അയൺ ഇത്ര ഇരിക്കും. 2 ആക്സും ഉണ്ടാക്കിയേക്കാം. ബാക്കി അയണിനകത്തിരിക്കട്ടെ. ഒരു ആക്സ് മതി. ഈ ആക്സ് അകത്തിരിക്കട്ടെ. ഈ ആക്സ് ഇരിക്കട്ടെ. ഈ ആക്സ് പൊട്ടുമ്പോൾ മറ്റേ ആക്സ് യൂസ് ചെയ്യാം. ഇതകത്തിരിക്കട്ടെ. വുഡ്. നമ്മളിപ്പം വേട്ടയാടാൻ പോവാണ് ഗൈസ്. നമുക്ക് വീടിന് ചുറ്റും ഇത് വെക്കണം, ലൈറ്റ്. ഇല്ലേ പിന്നെ ഇത് വരും, മോബ്സ് വരും. വാവ് വാവ് ഗൈസ്, എൻ്റെ വീട് സെറ്റായി. നമുക്ക് അതിൽ നിന്ന് രാവിലെ ആകണം. എന്നിട്ടേ ഇനി ബാക്കി പരിപാടിക്ക് കാണണം. ഓക്കെ, രാവിലെ ആകുമ്പോൾ അപ്പം രാവിലെ ആയിട്ട് കാണാൻ ഗൈസ്. രാവിലെ ആയത് ഞാൻ വെറുതെ രാവിലെ കാത്തിരിക്കുന്നത്. പിന്നെ ഈ വീടൊന്നും ഇങ്ങനെ ഓരോ കളർന്നൊന്നും ചോദിക്കരുത്. അത് നമുക്ക് മൾട്ടി കളർ പർപ്പസ്. എന്തുവാടാ ഇത്? താഴെ ഇറങ്ങും. പിന്നെ ഇവിടെ എനിക്ക് ഇതിൻ്റെ അകത്ത് മുമ്പ് ആവശ്യമുള്ള നമുക്ക് ഈ ആക്സണ വുഡ് പൊട്ടിച്ച് കളയാം. ചാൻസ് കൂടുതലാണ്. താഴെ വീഴരുത്, ഇങ്ങനെ അങ്ങ് പോയിട്ട്. അതാണ്. എന്തോ ക്രീപ്പർ താഴെ പോയി പൊട്ടിത്തെറിക്കട്ടെ. ബാക്കിന്ന് പറഞ്ഞു ക്രീപ്പർ. ബൈ. പൊട്ടിത്തെറിച്ച് പാട്ടി. എന്ത് ക്രീപ്പറാണ് ഈ? ഇഷ്ടമല്ല ഈ ക്രീപ്പറുകളല്ലേ. ഭയങ്കര ഇതാണ്, ശല്യം. എവിടെ നിന്ന് വേണേലും പൊട്ടിത്തെറിക്കും. ക്രീപ്പറിനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ക്രീപ്പർ എന്ന് പറയുന്ന പ്രത്യേകിച്ച് വേറൊരു സാധനമാണ്. നമ്മുടെ ഇതിനകത്ത് ക്രീപ്പർ എന്ന് പറയുന്നത് റിയൽ വേൾഡില് ക്രീപ്പർ എന്ന് പറയുന്നത് ഒരു ചെടീനെയാണ് ക്രീപ്പർസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ക്രീപ്പർ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുന്ന സാധനം. ഇത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, നമ്മൾ കേവിലോട്ട് ഇറങ്ങുവാണ്. ഇനി എന്തൊക്കെ കാണണം. ഇവിടെ വിച്ചണ. ഹായ് ബ്രോ. എന്നെയൊന്നും ചെയ്യില്ല, ഞാൻ പാവ പാട്ടി. അവിടെ ഇരുന്നോണ്ട് എന്നെ എന്ത് ചെയ്യൂടാ?
ഓക്കെ ഓക്കെ ഓക്കെ. ലൈറ്റ് വെക്കട്ടെ. ലൈറ്റ് വെച്ചു ഗൈസ്. അമ്പയരുത്, അമ്പയരുത്. ആ ആരെ എറിഞ്ഞേ? ഇവനെ അല്ലേ? സോറി മൈക്ക്. എന്നെ എല്ലാം കൂടെ കൊന്നടാ. വിച്ച് വൃത്തിയിട്ടത് എന്നെ കൊന്നു കളഞ്ഞാ. ഇവിടെ സ്കെലിറ്റൻ ഇതിടാൻ പറ്റൂടാ. അയ്യോ പെട്ടെന്ന് ചെല്ലട്ടെ. ഇവനെ ട്രേഡറൊക്കെ ഇവിടെ. സ്കെലറ്റൻ ആർമർ ഇടാൻ പറ്റൂടാ. ഇല്ല ചേട്ടാ ചത്തോടാ. സാധനങ്ങളൊന്നും പോയിട്ടില്ല. പോയാലും ഞാൻ വിച്ചിനെ അവിടെ വറുത്തരച്ചാണ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടോർച്ച് എടുക്കാം. ഇതൊക്കെ എന്തിനാണ് ഇതിനകത്ത് വെച്ചത്? ടോർച്ച് പ്ലീസ്. ഇവിടെ കുറെ കോളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വാരണം. കോളെല്ലാം വാരാം. ഞാൻ വിചാരിച്ചത് ഇച്ചിരി മാസീവ് ആയിട്ടുള്ള കേവ് ആയിരിക്കും, പക്ഷെ ഇവിടെ കഴിഞ്ഞില്ല. കഷ്ടമാണ്. കോളും ഉണ്ട്, കുറച്ച് കോപ്പറും ഉണ്ട്. കോപ്പ് ഒന്ന് സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം, ലൈറ്റ് വെച്ചേക്കാം, ആവശ്യം വരും. അതുകൊണ്ട് കേറാൻ ഇനി എന്നാ ചെയ്യുന്ന ഞാൻ ആലോചിക്കും. ഓക്കെ ഇവിടെ വെച്ച് സ്റ്റോൺ വെച്ചു. നമ്മള് ഗൈസ്, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആട് കുട്ടാ ഒരടിയെ കൊടുത്തോളൂ. ആടിഞ്ഞ് പാവം ആട് ചത്തില്ല. പാടുണ്ടാൻ ആടിനൊക്കെ ഇച്ചിരി ക്ഷാമം കൂടുതലാണ്. ഇവിടെ ആടുകളൊന്നുമില്ല, കൂടുതൽ പന്നികളും മറ്റേത് മറിച്ചതൊക്കെ കൂടുതലുള്ളത്. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. യെസ്, വാവ്. ഞങ്ങൾക്ക് ടോർച്ച് 8 ഉള്ളല്ലേ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഓ അത് വേണ്ട. എന്തിനട കൊന്നിട്ട് ഇയാളുടെ മകരും നമ്മളെ പോലെ തന്തയുള്ള. അപ്പൊ കൈസേ ഞാൻ ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ ഉണ്ട്, ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡോർ അടയ്ക്കുന്നില്ല. ഏതെങ്കിലും ചൂച്ചികൾ വന്ന് പിടിച്ചോണ്ട് പോകും. പരക്കഴിഞ്ഞ ഓ അയൻ താണ്ടിരിക്കുന്ന അയനിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇന്നലെ ഞാൻ മൈൻഡ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഒരു ലോഡ് ഇരിക്കുന്ന ആ കത്തൂട്ടൊക്കെ ഇരിക്കുന്നതിനകത്ത് അയൻ കുറെ ഇട്ടു കഴിഞ്ഞു. ഈ 4 വെക്കാം. എടാ ജസ്റ്റ് സ്ലീവ് അങ്ങനെ ഇരിക്കുന്ന കണ്ടോ. 12 കിട്ടിയായ. ഇനി അങ്ങോട്ട് നമുക്ക് താഴോട്ട് കുളിക്കാം ഗൈസ്. നമ്മൾ കുളിച്ച് ശക്തമാകുമ്പോൾ നമുക്ക് കാണാം. എടാ ഞാൻ കുഴിച്ച് എത്തിയ സ്ഥലം കണ്ടോ. ഞാൻ അവിടെ നിന്ന് വിളിച്ച് ഇതാണ്ട് ഇവിടെ എത്തി. അത് കൊള്ളാല്ലേ. ഞാൻ ആ അറ്റത്തുനിന്ന് വിളിച്ചതാണ് ഗൈസ്. ഞാൻ ഇവിടെ എത്തി. എന്റെ അടയാ, അതാണ് കിണ്ണം കാച്ചി. ഓടി പൊളിയായിട്ടുണ്ട്. കേവിൽ എന്തോന്ന് എനിക്ക് അറിയണമെന്നുണ്ട്, പക്ഷെ കേവിൽ എന്തോന്ന് ഞാൻ അറിഞ്ഞില്ലേ. സോറി, മറന്നുപോയി. ഞാൻ ഉദ്ദേശിച്ച കുഴിച്ചകത്തോട്ട് പോകുമ്പോൾ എന്തോ ഉള്ളതെന്ന് അറിയണമെന്നാണ്. കുഴിച്ചകത്തോട്ട് ഇനി എനിക്ക് പോകാൻ വയ്യ. ഇവിടെ TNT ഉണ്ടാക്കണം. ഇതുണ്ടാക്കാൻ എനിക്ക് വയ്യ. പിന്നെ നമുക്ക് ഈ ഏരിയ വിടാം. കാരണം ഈ ഏരിയ ഇച്ചിരി വിഷമാണ്. ഈ ഏരിയ അങ്ങ് വിടാം. ടോർച്ച് ബില്ലൊക്കെ വേണ്ട. ഞാൻ അയണൊക്കെ പറക്കിയിട്ടുണ്ട്. നമുക്ക് ഫുൾ ഏരിയ ഫുൾ അങ്ങ് വിടാം.
ഈ മരമൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എന്റെ വീടാന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ. കാരണം ഇത് ഞാൻ സത്യം പറഞ്ഞ വീട് ഉണ്ടാക്കിയറിയാം ഒരു സൂചനയായി. അതാണ് നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തിരിച്ച് ഈ വീട്ടിലോട്ട് തന്നെ എത്തിയാലോ എന്നുള്ളൊരു സൂചന പോലെ ഇരിക്കട്ടെ. ഓക്കെ, പൊട്ടിച്ചുള്ള ഇതിനകത്ത് നോളെടുക്കുക. മീറ്റ് എടുക്കാൻ പറ്റുന്നത് മാറി മീറ്റ് കയറ്. ഇത് മാറി ക്രാഫ്റ്റിംഗ് ടേബിൾ ബെഡ് അത് കയറിക്കോളൂ. ഫ്ലവേഴ്സ് മാറ്റി, ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഗുയ്സ്, മൈ ഹൗസ് ഞാൻ വിടുവാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നിന്നിട്ട് എനിക്കൊരു നല്ല റിസോഴ്സസ് ഒന്നും കിട്ടുന്നില്ല. ഈ അയണും കോളും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കുറച്ച് യാത്രയുണ്ട്. എന്തായാലും ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. കാരണം കുറെ നീളം നടന്നു നടന്നു ഈ വീഡിയോ അറ്റം വരെ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈ പാർട്ട് 2 ഞാൻ തന്നെ ഇടാൻ കാരണം പരീക്ഷ വലിയ പാടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വീട്ടില് അല്ല, ഞാൻ വീട്ടിലല്ല ഇപ്പൊ, വേറെ ഏരിയയിലും കൂടാണ്. തേനീച്ചകളെ കുത്തി നശിപ്പിച്ചെന്നെ. ഇത് നമുക്കപ്പോ ഇവിടെ ഇവിടെ ഹോളുണ്ടോ? ആ ബാ വരുന്നു. അയ്യോ, എന്നാ മറ്റേത് അഭിനയിക്കാം. ഞാൻ പെട്ടു. അയ്യോ, ചത്തി ചത്തി ചത്തി. എടാ ചത്തടാ, എടാ ചത്തടാ, എടാ ചത്തടാ ഞാൻ. ഓ ഷിറ്റ് ഗയ്സ്, എന്താ ഇവിടെ ഞാൻ ചത്തു ഗയ്സ്. ഞാൻ അങ്ങനെ ചത്തിട്ടുണ്ട്, സാഹസികമായിട്ട് ഞാൻ ചത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഹാർഡ് കോർ മോഡ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അപ്പം ബൈ.